സന്തോഷമാണോ? ഹലോ, ഞാനിവിടെ വന്നിട്ട് ആകെ നന്നായിട്ട് ചിരിക്കുന്ന കാണുന്ന ആരെയാണെന്നറിയോ? ക്യാമറ ഇരിക്കുന്ന അച്ഛൻ മാത്രമോ? എനിക്ക് തോന്നുന്നത് ക്യാമറയിൽ കൂടെ നിങ്ങളുടെ ഫേസ് കാണുന്നുണ്ടെന്ന് തോന്നുന്നു അച്ഛൻ ചിരിക്കുന്നത്. എനിക്ക് എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. അവരാണ്ട് നിങ്ങളുടെ ഇന്നത്തെ ഈ ഒരു ആനിവേഴ്സറിയിൽ എനിക്കും പങ്കുചേരാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഈ സഭയിലെ ദൈവദാസനായിരിക്കുന്ന പാസ്റ്റർ കെ സ്കറിയ, അതോടൊപ്പം തന്നെ എന്നെ ഈ മീറ്റിങ്ങിലേക്ക് ക്ഷണിച്ച പ്രിയ ജോസ് ബ്രദറിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. പ്രിയ സാം തോമസ് പാസ്റ്ററെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. PYPയുടെ പ്രസിഡൻ്റായിരിക്കുന്ന പ്രിയ ബ്രദർ, സൺഡേ സ്കൂളിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരെ എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഈ സഭയിലെ പ്രിയ ജോജിച്ചാനെ നല്ല പരിചയമുണ്ട്. കുവൈറ്റിലായിരിക്കുന്ന ഒരു കുടുംബമായിട്ട് ആ ചർച്ചിൽ പോയി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി യുവജനങ്ങൾക്ക് വേണ്ടി പ്രോഗ്രാമുകൾ ചെയ്യാൻ അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആ കുടുംബത്തെയും വളരെ സ്നേഹത്തോടെ ഈ സമയം ഞാൻ ഓർക്കുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധന നമുക്ക് കൂടുവാൻ ദൈവം സഹായിച്ചല്ലോ. പ്രത്യേകിച്ച് ഒരു പുകഴ്ത്തലെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട, ഒരു മീഡിയം ലെവലിലുള്ള ചർച്ചിൽ പോകുമ്പോൾ ഒരു പക്ഷേ ഇത്രയും ക്രമീകൃതമായ ഒരു ആരാധന നമുക്ക് കാണാൻ കഴിയത്തില്ല. നല്ല ഗാനങ്ങൾ ആലപിക്കുന്ന സഹോദരങ്ങൾ, കൃത്യമായി വേഗത്തിൽ വചനം വായിക്കുന്ന സഹോദരങ്ങൾ, വളരെ വേഗത്തിൽ കൃത്യമായി ആരാധന ലീഡ് ചെയ്തുകൊണ്ട് പോകുന്ന കർത്താവിൻ്റെ ദാസൻ, എല്ലാവരും വളരെ അറ്റൻറ്റീവായിട്ടിരിക്കുന്ന ഒരു ആരാധന. ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ വലിയ ചർച്ചകളിൽ പോകുമ്പോൾ 1000-800 പേരും കൂടുന്ന ചർച്ചകളിൽ പോകുമ്പോൾ പ്രൊജക്ടറൊക്കെ വെച്ച് വളരെ ക്രമീകൃതമായ ആരാധന കാണാൻ കഴിയും. പക്ഷേ ഇത്രയും ഈ ഒരു ചർച്ചിൽ വന്നിങ്ങനെ കാണാൻ കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് സൺഡേ സ്കൂൾ ആനിവേഴ്സറി ആണല്ലോ, ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ ചിരിയുള്ള മുഖവുമായിട്ട് നിങ്ങൾ ഇരിക്കണം. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിക്കുന്നതാണല്ലോ. അപ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വളരെ മനോഹരമായ പ്രോഗ്രാമുകളാണ് അവതരിപ്പിച്ചത്. ഇവിടുത്തെ പ്രത്യേകിച്ച് സെൻറ്റർ VBSലും എനിക്ക് കഴിഞ്ഞ വർഷം വന്ന് പങ്കെടുക്കാൻ ദൈവം സഹായിച്ചു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു VBS ആയിരുന്നു. നമ്മുടെ പ്രസംഗം പറഞ്ഞ മോൻ നന്നായിട്ട് പ്രസംഗം പറഞ്ഞു, പാട്ടുപാടിയ നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ലതായിട്ട് ഗാനങ്ങൾ ആലപിച്ചു. നിങ്ങളെല്ലാവരും വളരെ മിടുക്കരാണ്. അപ്പോൾ രണ്ട് കൈ ഒന്ന് എടുത്ത് നീട്ടി ഒന്ന് പിടിച്ചേ. എല്ലാവരും ഒന്ന് കൈ രണ്ട് കരങ്ങളുള്ള എല്ലാവരും ഒന്ന് നീട്ടി പിടിച്ചേ. ഒന്നിട്ടൊന്ന് ചിരിച്ചേ, നന്നായിട്ടൊന്ന് ചിരിക്കും. ദൈവം നമുക്ക് ഈ ആയുസ് തന്നിരിക്കുന്നത് ചിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മളതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇരിപ്പ് കണ്ട് ഞാൻ നിങ്ങളുടെ എല്ലാവരും 1 ലക്ഷം രൂപ മേടിച്ചിട്ട് തരാതിരിക്കുന്ന പോലെ എപ്പോൾ തരും എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. ചിരിച്ചുകൊണ്ടൊന്ന് കൈ നീട്ടി പിടിച്ച്. അപ്പോൾ റെഡി 1 2 3 എന്ന് പറയുമ്പോൾ ഒരുമിച്ച് അടിക്കണം കേട്ടോ. റെഡി 1 2 2 എന്ന് പറയുമ്പോൾ അടിക്കല്ല കേട്ടോ. അപ്പോൾ 3 എന്ന് പറയുമ്പോൾ മാത്രമേ കണ്ടോ. എല്ലാവരും ഇപ്പം നന്നായിട്ട് ചിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും പിടിച്ചാൽ കേട്ടോ. ഒരു 98 വയസ്സിന് താഴെയുള്ള എല്ലാവർക്കും ചെയ്യാം കേട്ടോ. 100ലേക്ക് അടുക്കുന്നവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും കൈയൊക്കെ എടുക്കാൻ കേട്ടോ. എല്ലാവരും മോനെ നന്നായിട്ട് ചെയ്യണം. നന്നായിട്ട് അടുത്ത വർഷം കല്യാണം കഴിക്കാനുള്ളൂ. നന്നായിട്ട് നേരെ പിടി കൈയൊക്കെ നിർത്തി. ഓക്കെ, റെഡി 1 2 2 എന്ന് പറയുമ്പോൾ അടിക്കല്ലേ. അച്ഛൻ കറക്റ്റായിട്ട് ചെയ്യുന്നത്. ഞങ്ങൾ ശ്രദ്ധിക്കുന്ന കുറേ ആളുകളുണ്ട്. നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. റെഡി 1 മോനെ കണ്ടോ പിടിക്കാൻ സുന്ദരം കേട്ടോ. റെഡി 1 2 3 എന്ന് പറയുമ്പോൾ അടിക്കാവോ കേട്ടോ. ശ്രദ്ധിച്ചോണം കേട്ടോ. ബാക്കി കണ്ണാടി വെച്ചാൽ നന്നായിട്ട് ശ്രദ്ധിച്ചായിരുന്നു കേട്ടോ. റെഡി 1 2 3 നന്നായിട്ട്. ചിലർ അടിച്ചില്ല കേട്ടോ. ചിലർ എന്തിച്ചാൽ അതിന് പറയത്തില്ല. ഒരു പ്രാവശ്യം ഒന്ന് നോക്കാം കേട്ടോ. റെഡി 1 2 എന്ന് പറയുമ്പോൾ ചെയ്യലേടാ. ശ്രദ്ധിക്കടാ, നീ ശ്രദ്ധിക്കുന്നത് കേട്ടോ. അല്ല എല്ലാവരും നന്നായിട്ട്. റെഡി 1. ചിരിച്ചാൽ എന്താണെന്നറിയാം പ്രയോജനം? ചിരിച്ചാൽ എന്താ പ്രയോജനം? ആയുസ് കൂടും. അപ്പോൾ ആയുസ് കുറയുന്നതിൻ്റെ കാരണം നമുക്ക് 30 വയസ്സുള്ളപ്പോഴും ചിലരെ ഒന്നും ചോദിക്കത്തില്ലേ, അയ്യോ ഇത്രയും പ്രായമായോ എന്ന് ചോദിക്കാനുള്ള കാരണം എന്താണ്? നമ്മൾ ചിരിച്ചുകൊണ്ട് ചെല്ലുവാണെങ്കിൽ ആരും പറയത്തില്ല പ്രായമായെന്ന് പറയത്തില്ല കേട്ടോ. ചിരിച്ചുകൊണ്ട് ചെയ്യുവാണെങ്കിൽ എപ്പോഴും നമുക്ക് പ്രായം കുറവുള്ള പോലെ തോന്നും കേട്ടോ. അപ്പോൾ സ്റ്റേജിൽ ഇരിക്കുന്ന പാസ്റ്റർമാർ 2 പേരും കണ്ടു വളരെ ചിരിയോടെ ഇരിക്കുന്നത് കേട്ടോ. റെഡി 1 2 3 നന്നായിട്ട് അടിച്ചു. റെഡി 1 2 എന്ന് പറയുമ്പോൾ അടിക്കല തെറ്റിപ്പോയി കേട്ടോ. അപ്പോൾ സോറി, ദൈവം നിങ്ങൾ അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട സമയം കർത്താവ് നമുക്ക് ദാനമായിട്ട് നൽകിയല്ലോ. അപ്പം വലിയ ദൂതൊന്നും കേൾക്കാൻ വേണ്ടി നിങ്ങൾ ഇരിക്കില്ല. ചില ഓർമ്മപ്പെടുത്തലുകൾ മാത്രമാണ് നമുക്ക് ഈ ഒരു മീറ്റിങ്ങിലൂടെ ലഭിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് എഴുന്നേക്കാമോ? ഒന്ന് വേഗം എഴുന്നേറ്റോ. നമുക്ക് ചെറിയൊരു ആക്ടിവിറ്റി കൂടെ ചെയ്തിട്ട് നമ്മുടെ മെയിൻ സെഷനിലേക്ക് നമുക്ക് പോകാം കേട്ടോ. അപ്പോൾ എല്ലാവരും എഴുന്നേറ്റോ കേട്ടോ. അപ്പോൾ നിങ്ങളെ അടുത്ത് നിൽക്കുന്ന ആളെ നിങ്ങൾ നോക്കിക്കുക. തൊട്ടടുത്ത് ആരുമില്ലെങ്കിൽ ആരെങ്കിലും അടുത്തോട്ടൊന്ന് പോയി നിൽക്കാം. ആരുമില്ലെങ്കിൽ തൊട്ടടുത്ത് ഒരാളെ നിങ്ങളുടെ കൂട്ടിനൊന്ന് കൂട്ടിക്കോ. ഒരാളെ ഒന്ന് കൂട്ടിന് മോനെ സുന്ദരം നീങ്ങി പാടാ. നീ എൻ്റെ അടുത്ത് പാടാ. ഇവൻ നിൽക്കുന്ന പോലെ എൻ്റെ അടുത്ത് നിൽക്കുന്ന പോലെ കണ്ടോ. ഇങ്ങനെ നന്നായിട്ട് നിരുന്നേ. ഒരു പ്രൈസിലോട് പറഞ്ഞേ. നന്നായിട്ടൊന്ന് പറഞ്ഞേ. പ്രൈസിലോടൊന്ന് നന്നായിട്ട് ചിരിച്ചോണ്ട് പറ. എന്നിട്ട് നേരെ നോക്കല്ല. അങ്ങനെ തന്നെ നിൽക്കണം കേട്ടോ. അങ്ങനെ നിൽക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വലത് കൈ ഇങ്ങനെ പിടിച്ചേ. ഓക്കെ, ഇങ്ങനെ പിടിച്ചോ. ഇങ്ങനെ നന്നായിട്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ വലത് കൈ അടുത്ത് നിൽക്കുന്ന ആടെ ഇടത് കൈയിലേക്ക് നിങ്ങൾ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ മോനേ നിൻ്റെ വലത് കൈ ഏതാടാ? അവന് വലതും അറിയത്തില്ല ഇടതും അറിയത്തില്ല അവസ്ഥയില്ല കേട്ടോ. മോനെ റൈറ്റ് ഹാൻഡ് ടേക്ക് യുവർ റൈറ്റ് ഹാൻഡ്. റൈറ്റ് ഹാൻഡ്. ഓക്കെ, അങ്ങനെയാണ്. നിങ്ങൾ ഒരു കാര്യം ചെയ്തോ. ഇങ്ങനെ പിടിച്ചോ. വലത് കൈ നീട്ടി പിടിച്ചേ. ഇനി ഇടത് കൈ ഇങ്ങനെ പിടിച്ചോ. എന്നിട്ട് ഇങ്ങനെ പിടിച്ചേ. ഇങ്ങനെ കിട്ടിയോ?
കിട്ടിയോ? അപ്പോൾ ഞാനിവിടെ 1 കൊരിന്ത്യർ 13-ാം അധ്യായമാണ് വായിക്കാൻ വേണ്ടി പോകുന്നത്. എന്താണ് എന്താ പറഞ്ഞേക്കുന്നേ? എന്താ പറഞ്ഞേക്കുന്നത് അതിനകത്ത്? 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ എന്താണ് പറഞ്ഞേക്കുന്നത്? സ്നേഹത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം സ്നേഹം എന്ന വാക്ക് എപ്പോൾ കേൾക്കുന്നോ, സ്നേഹം എന്ന വാക്ക് എപ്പോഴാണ് കേൾക്കുന്നത്? ഇപ്പം ഞാൻ പറയുന്നു സ്നേഹം എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആടെ കൈ എന്ത് ചെയ്യണം? മുറുകെ പിടിക്കുകയും നിങ്ങളുടെ കരങ്ങൾ എന്ത് ചെയ്യണം? രക്ഷിക്കുകയും ചെയ്യണം. അടുത്തിരിക്കുന്ന ആട് നിങ്ങളുടെ കരങ്ങൾ പിടിക്കാതെ നിങ്ങൾ രക്ഷിക്കുകയും ചെയ്യണം കേട്ടോ. ജയിക്കുന്ന ആൾക്ക് സമ്മാനമുണ്ട് കേട്ടോ. ഇവിടെ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന സമ്മാനം കണ്ടോ? ആ സമ്മാനമല്ല, മനോഹരമായ സമ്മാനം ഞാൻ തരാൻ വേണ്ടി പോകും കേട്ടോ. അപ്പോൾ ഇങ്ങനെ പിടിക്കുകയും നിങ്ങൾ നിങ്ങളുടെ കൈ രക്ഷിക്കുകയും അടുത്തിരിക്കുന്ന ആടെ കയ്യിൽ മുറുകെ പിടിക്കുകയും വേണം കേട്ടോ. അങ്ങനെ എണ്ണിക്കോണം. അങ്ങനെ ഏറ്റവും കൂടുതൽ തവണ പിടിക്കുന്ന ആൾക്കാണ് സമ്മാനം തരാൻ. അമ്മമ്മയൊക്കെ റെഡി ആയിട്ട് നിൽക്കുക കേട്ടോ. അപ്പം റെഡി 1 അപ്പോൾ 1 വായിക്കുന്നു. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹം പിടിച്ചോ അച്ഛാ? അടുത്തിരിക്കുന്ന കൈ പിടിക്കണേ അച്ഛാ, എല്ലാവരും പിടിക്കണേ. ഓക്കെ. അപ്പം മത്സരം നമ്മൾ ആരംഭിക്കാൻ വേണ്ടി പോവാണ്. അപ്പം എല്ലാവരും ഓപ്പോസിറ്റ് നിന്ന് ഞാൻ വായിക്കാൻ വേണ്ടി പോകുന്നു. നന്നായിട്ട് ശ്രദ്ധിച്ചോണം. സമ്മാനമുണ്ട്. നന്നായിട്ട് ചെയ്യണം കേട്ടോ. റെഡി 1 2 3 ഗോ. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹം ഇല്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനപരം ഉണ്ടായിട്ടും സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതും ഇല്ല. എണ്ണിക്കോണം. കൈമാറി പോലെ എണ്ണിക്കോണം കേട്ടോ. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹം ഇല്ല എങ്കിൽ എനിക്ക് ഒരു പ്രയോജനവും ഇല്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്ന, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല. പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നീങ്ങിപ്പോകും, നിന്നുപോകും. ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ച് കളഞ്ഞു. ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോഴോ ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും. പിടിച്ചോ? ഇല്ല. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ 3 നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ അപ്പോൾ അടുത്ത് നിന്ന് കൈ കൊടുത്തിട്ട് പറഞ്ഞേ, ഇവയിൽ വലുത്, ഇവയിൽ എല്ലാത്തിലും വലുത് സ്നേഹം തന്നെ. അപ്പം 13 പ്രാവശ്യം കൈ പിടിച്ച ആരെങ്കിലും ഉണ്ടോ? 13 പ്രാവശ്യം ഉണ്ടോ ആരെങ്കിലും? ഉയർത്തമ്മ നന്നായിട്ട് ഉയർത്തി കൈ. 12 പ്രാവശ്യം 11. ആരുണ്ട് 11? അപ്പോൾ ഇതിനകത്ത് എത്ര വട്ടം സ്നേഹമുണ്ടെന്നറിയാമോ? ആകെ 7 പ്രാവശ്യമേ ഉള്ളൂ. ഇനി 13 വട്ടം എങ്ങനെ അമ്മാമ്മ പിടിച്ചെന്ന് എനിക്കറിയത്തില്ല. എനിവേ എന്തായാലും വളരെ ഉത്സാഹത്തോടാണ് ആ ഒരു ഇതിൽ പങ്കെടുത്തത്. നല്ലൊരു കൈ എടുത്ത് താങ്ക് യു സോ മച്ച്. ഇരിക്കാം മോനെ. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ മധ്യത്തിൽ ഇന്നായിരിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളെല്ലാവരും പരസ്പരം നന്നായി ഈ ഒരു മീറ്റിങ്ങിൽ എല്ലാവരും നന്നായിട്ട് അറ്റൻഡ് ചെയ്തതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ചെറിയൊരു വാക്യം ഒന്ന് വായിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ബൈബിൾ ഉണ്ടോ? ബൈബിളൊക്കെ എടുത്തോണം കേട്ടോ. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 6-ാമത്തെ വാക്യം ഒന്ന് ഉറക്കെ വായിക്കാമോ? ആവർത്തനം 6:6. മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിൽ ഇരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. അവയെ അടയാളമായി നിന്റെ കൈമേൽ കെട്ടണം. അവ നിന്റെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായി ഇരിക്കണം. അവയെ നിന്റെ വീടിന്റെ കട്ടളകളിന്മേലും പടിവാതിലുകളിന്മേലും എഴുതണം. അപ്പം ആ വാക്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു. ഇത് ഈ ഒരു മീറ്റിങ്ങിൽ എനിക്കൊന്ന് 20% കുഞ്ഞുങ്ങളും ബാക്കിയുള്ള 80% മുതിർന്ന ആളുകളുമാണ് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത്. ഇനി ചില ചർച്ചകളിൽ ചെന്ന് കഴിഞ്ഞാൽ 5% കുഞ്ഞുങ്ങളും ബാക്കിയുള്ള 95% മുതിർന്ന ആളുകളുമാണ്. അപ്പം നമ്മുടെ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ ഈ കാലഘട്ടം മാറിയിരിക്കുന്നു. 24-ാം തീയതിത്തെ പത്രം വായിച്ച എത്ര പേരുണ്ട്? 24-ാം തീയതിത്തെ. ഇനി ഒന്നുകൂടെ ചോദിക്കുന്നു, 40 വയസ്സിൽ താഴെയുള്ള ആളുകൾ എത്ര പേരുണ്ട്? 24-ാം തീയതിത്തെ പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ടായിരുന്നു.
നമ്മുടെ രാജ്യം മുഴുവൻ ചർച്ച ചെയ്തൊരു കാര്യം. എന്തായിരുന്നു? എക്സ്ചേഞ്ചിൻ്റെ അല്ലേ? പക്ഷെ പല ആളുകളും തെറ്റിദ്ധരിക്കപ്പെട്ട് ആ കാര്യങ്ങൾ എന്ത് ചെയ്തു, അന്ന് പകൽ മുഴുവൻ എന്ത് ചെയ്തു, ചർച്ച ചെയ്തു. അപ്പോൾ ഇതുപോലാണ് നമ്മുടെ ലൈഫിൽ ദൈവം നമുക്ക് ഒത്തിരി കാര്യങ്ങൾ തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ പല തെറ്റിദ്ധാരണകൾ കൊണ്ടും പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഓടുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു ഐപാഡ് ഇരിപ്പുണ്ട്. ഇത് ഞാൻ ഫിംഗർ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ആരുടെയെങ്കിലും കരങ്ങൾ വെച്ച് ഇതൊന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ? ഞാൻ ഇത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തരാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റ് വെച്ച് ഓപ്പൺ ചെയ്യാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ ദൈവം നമ്മളെ എല്ലാവരെയും വളരെ വ്യത്യസ്തമായിട്ടാണ് ഈ ലോകത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവം നമ്മളെ എല്ലാവരെയും വ്യത്യസ്തമായി. എൻ്റെ ഈ കരങ്ങൾ പോലെ നിങ്ങളുടെ ആരുടെയും കരങ്ങൾ ഇല്ല. അത്രയും വ്യത്യസ്തമായിട്ടാണ് നമ്മളെയും നമ്മുടെ തലമുറകളെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പം ദൈവത്തിന് വേണ്ടി നിൽക്കാൻ വേണ്ടിയും ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയുമാണ് ദൈവം നമ്മളെ ഈ ലോകത്തിലാക്കി വെച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ തലമുറകളെ നമ്മൾ ഏറ്റവും പ്രധാനമായി പഠിപ്പിക്കേണ്ടത്, നമ്മുടെ കുഞ്ഞുങ്ങൾ മുമ്പിൽ ഇപ്പോൾ ഉണ്ട്, അവരോട് ഞാൻ സംസാരിക്കും. അതിനു മുമ്പായിട്ട് നിങ്ങളോട് ഞാൻ സംസാരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും പ്രധാനമായി നമ്മൾ ചെയ്യേണ്ട കാര്യം, കുഞ്ഞുങ്ങളെ എന്ത് പഠിപ്പിക്കണം? വചനം. അവിടെ എങ്ങനെ എഴുതിയിരിക്കുന്നത്? 6-ാം അധ്യായം 6-ാം വാക്യം എന്താണ് എഴുതിയിരിക്കുന്നത്? ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും. എപ്പോഴൊക്കെയാ ചെയ്യേണ്ടതെന്ന് പറയുവാണ്, ശ്രദ്ധിച്ചോണം കേട്ടോ. എപ്പോഴൊക്കെയാന്ന് പറയുന്നത്, നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. എപ്പോഴൊക്കെയാണ്? വീട്ടിലിരിക്കുമ്പോൾ എന്ത് പറയണമെന്ന് പറഞ്ഞേക്കുന്നേ? വചനം സംസാരിക്കണം. കിടക്കുമ്പോൾ എന്ത് പറയണമെന്ന് പറഞ്ഞേക്കുന്നേ? വചനം. ഇപ്പം കിടക്കുമ്പോൾ എന്താ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? 3 പേര് ഒരുമിച്ചാണ് കിടക്കുന്നത്. 3 പേരുടെ കയ്യിൽ ഞാനല്ല പറഞ്ഞത്, നിങ്ങളാ പറഞ്ഞ കേട്ടോ. എന്താ ഉള്ളത്? നമ്മൾ അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിനെക്കുറിച്ചാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു അമ്മാമ്മ വീടിൻ്റെ ഫ്രണ്ടിൽ കരഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ ഓർത്താ വീട്ടിൽ എന്തെങ്കിലും സംഭവിച്ചതാണ്, ഇനി അങ്ങോട്ട് കയറി ചെന്നില്ലെന്നുള്ള സങ്കടത്തോടെ ചെല്ലുമ്പോൾ അമ്മ പറയുക, ഇന്നലെ സീരിയലിനകത്ത് ആരാണ്ട് അതിൻ്റെ സങ്കടത്തിൽ അമ്മാമ്മ വീടിൻ്റെ ഫ്രണ്ടിൽ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വളരെ സങ്കടത്തോടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ വീടുകൾ, ഒന്നാമത് ഞാൻ പറയുന്നത്, അപ്പം മുതിർന്നവരെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം, എന്നെ ഒന്ന് ശ്രദ്ധിക്കണം. ഒരു 10 മിനിറ്റ് കൊണ്ട് ഞാൻ നിർത്തും കേട്ടോ. 5 മിനിറ്റ് നേരത്തെ നിർത്തും കേട്ടോ. സന്തോഷമായില്ലേ അമ്മേ? അപ്പം നമ്മുടെ വീടുകൾ ദൈവാലയമായി മാറണം. എന്ത് മാറണം? അവർക്ക് പറഞ്ഞേ, നമ്മുടെ വീടുകൾ എന്തായി മാറണം? നമ്മുടെ വീടുകൾ ദൈവാലയമാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. നമ്മളൊന്ന് ഓർത്തണം. സന്ധ്യാസമയം ആകുമ്പോൾ നമ്മുടെ വീടുകൾ പ്രാർത്ഥന ഉയരുന്നുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവവചനം വായിക്കുന്നുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവവചനം പഠിക്കാൻ വേണ്ടി സമയം മാറ്റി വെക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അപ്പം നമ്മുടെ വീടുകൾ എന്തായി മാറണം? ദൈവാലയമായി മാറണം. രണ്ടാമത്, ഒരുമിച്ച് ഇരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയണം. എന്ത് ചെയ്യണം? ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നവർ കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് ശ്രദ്ധിച്ച്. വീടുകളിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നവർ, ഇങ്ങനെയല്ല ഇങ്ങനെ നന്നായിട്ടൊന്ന് ഉയർത്തി വെച്ചാൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നവർ. യെസ്, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അന്ന് പകല് നമുക്ക് എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായാലും എന്തെല്ലാം ഉണ്ടായാലും ആ ഒരുമിച്ചിരുന്ന പ്രാർത്ഥനയിൽ വലിയ വിടുതലുകൾ സംഭവിക്കും. ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിലുള്ള ചില ആശയക്കുഴപ്പങ്ങളാണെങ്കിൽ പോലും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ തലമുറകൾ നമ്മുടെ കൂടെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ വലിയ മാറ്റങ്ങൾ നമ്മുടെ ഭവനത്തിനകത്ത് ഉണ്ടാകും. സമയമില്ലാത്തതുകൊണ്ട് വളരെ വേഗത്തിൽ ഞാൻ മുമ്പോട്ട് പറഞ്ഞു പോവുകയാണ്. ഇനി 3ാമത്തെ കാര്യം, ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കണം. എത്ര പേരുകൾ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നുണ്ട്? ഒരാൾ സിറ്റ് ഔട്ടിലും, ഒരാൾ അടുക്കളയുടെ വാതിക്കയിലും, ഒരാൾ തിണ്ണയ്ക്ക് TV-യുടെ ഫ്രണ്ടിലും, ഒരാൾ മുറിക്കകത്തും. ഇവിടുത്തെ കാര്യമല്ല, ചില വീടുകളിൽ നമ്മൾ കാണുന്ന ചില കാര്യങ്ങൾ. അപ്പോൾ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കണം. ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുമ്പോഴാണ് ആ ആഹാരം വെച്ചതിൻ്റെ സ്വാദോടെ നമുക്കത് ഒരുമിച്ചിരുന്ന് കഴിക്കാനും ഒരുമിച്ചിരുന്ന് സംസാരിക്കാനുമുള്ള അവസരം ലഭിക്കുന്നത്. അപ്പം ഒരു ക്രിസ്ത്യൻ സംസ്കാരം നമ്മുടെ ഭവനങ്ങളിൽ തീർച്ചയായിട്ടും ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും സന്ധ്യാസമയം ആകുമ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം എന്തോടെ എഴുന്നേൽക്കാൻ കഴിയും? പ്രാർത്ഥനയോടെ. എൻ്റെ ചെറുപ്രായത്തിൽ എനിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ കാപ്പി പോലും തരത്തില്ലായിരുന്നു. ഇന്ന് ആദ്യം വന്ന് ചോദിക്കുന്നത് എന്താണ്? കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് വരുമ്പോഴേ നമ്മൾ ഇവരെ സ്കൂളിൽ വിടാൻ വേണ്ടി തലേ ദിവസമേ കുളിപ്പിച്ച് കിടത്തുകയാണ്. രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് മോനെ പാടാന്ന് പറഞ്ഞ് ഉടുപ്പ് പിടിച്ച് നേരെ നമ്മൾ എങ്ങോട്ട് വിടുകയാണ്? ബർഗറും അല്ലെങ്കിൽ നമ്മൾ ദോശയും ചപ്പാത്തിയൊക്കെ കൊടുത്ത് നേരെ സ്കൂളിലേക്ക് അയക്കുകയാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലേക്ക് മാറുന്നത്. അപ്പോൾ ഒരു ക്രിസ്ത്യൻ സംസ്കാരം നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഇനി 2ാമത്തെ കാര്യം, കുഞ്ഞുങ്ങൾക്ക് നമ്മൾ എന്തെല്ലാം കൊടുക്കണം? ഒന്ന് പറഞ്ഞ് എന്ത് കൊടുക്കണം? ദൈവവചനം. അവരെ എന്ത് ചെയ്യണം? ലോകത്തിൽ പ്രശസ്തരായ ആളുകളുടെ പേര് പഠിപ്പിച്ചില്ലെങ്കിൽ പോലും ദൈവവചനം അവരെ പഠിപ്പിക്കണം. എന്തിനുവേണ്ടി പഠിപ്പിക്കണം? സങ്കീർത്തനം 119-11 വാക്യം ഒന്ന് വായിക്കാമോ? സങ്കീർത്തനം 119-11 ഒന്ന് വായിച്ചേ, വേഗം ഒന്ന് വായിച്ചു.
സങ്കീർത്തനം 119:11 വാക്യം. ഇരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. അത്രയും ചിന്തിച്ചാൽ മതി. ഇന്ന് നമ്മൾ ദുഃഖിക്കുന്നതും നമ്മുടെ രാജ്യം ചർച്ച ചെയ്യുന്നതും ഒരേ ഒരു ഗ്രൂപ്പിനെ കുറിച്ചാണ്. ഏതാണെന്നറിയാമോ? 4 to 40, 4 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുഞ്ഞുങ്ങളെ കുറിച്ചാണ് നമ്മുടെ രാജ്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാമോ? ഒരു ദിവസം 100-ലധികം ക്രിമിനൽ കേസുകളാണ് കുഞ്ഞുങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യുന്നത്. നമ്മൾ വാർത്തകളിൽ കൂടെ വായിക്കുന്നത് 100 കണക്കിന് വാർത്തകളാണ് ഒരു ദിവസം കുഞ്ഞുങ്ങളെ പറ്റി നമ്മൾ തെറ്റായ കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞ് നമ്മൾ കേൾക്കുന്നത്. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് കഴിഞ്ഞാൽ, ഇത് നമ്മൾ ചിന്തിക്കും നമ്മുടെ കുഞ്ഞുങ്ങളാരുമല്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ കൂടുതലും സമൂഹത്തിൽ നമ്മുടെ ദൈവസഭകളിലുള്ള കുഞ്ഞുങ്ങൾ ഈ ഒരു തെറ്റായ മാർഗത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പാപത്തിലേക്ക് പോകാതിരിക്കാൻ എന്തവർക്ക് കൊടുക്കണം? എന്ത് കൊടുക്കണം? ബൂസ്റ്റും ബോൺവിറ്റയും കൊടുത്തുകൊണ്ട് ഒരു കാര്യമില്ല. ഐഫോൺ മേടിച്ചു കൊടുത്തതുകൊണ്ട് ഒരു കാര്യം ഉണ്ടാകാൻ പോകുന്നില്ല. സൈക്കിൾ മേടിച്ചു കൊടുത്തതുകൊണ്ടും ഒരു കാര്യം ഉണ്ടാകാൻ പോകുന്നില്ല. നിങ്ങളുടെ അടുത്തുള്ള ഏറ്റവും നല്ല സ്കൂളിൽ നിങ്ങൾ പഠിപ്പിച്ചതുകൊണ്ടും ജീവിതത്തിൽ വിജയിക്കത്തില്ല. 10ാം ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്ക് കിട്ടുമായിരിക്കാം, +2-ൽ ഫസ്റ്റ് റാങ്ക് കിട്ടുമായിരിക്കാം, 9ാം ക്ലാസ്സിൽ ടോപ്പായിരിക്കാം, സ്കൂളിൽ എല്ലാ കാര്യങ്ങൾക്കും ടോപ്പായിരിക്കാം. പക്ഷേ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ, ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ എന്തിനെ കൊടുക്കണം? ദൈവത്തെ കാണിച്ചു കൊടുക്കണം. ദൈവവചനം അവരുടെ ഉള്ളിൽ കൊടുക്കണം. പാപത്തിൽ വീഴാതിരിക്കാൻ എന്താണ് കൊടുക്കേണ്ടത്? ദൈവവചനം പഠിപ്പിക്കുക. അതുകൊണ്ട് ഇന്ന് ഈ എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവവചനം പഠിപ്പിക്കാൻ നമ്മൾ ആഗ്രഹവും താല്പര്യവും ഉള്ളവരായി മാറണം. ഒരാമയം പറയാമോ? 2, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ എന്ത് പഠിപ്പിക്കണം? പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. എത്ര കുഞ്ഞുങ്ങൾ നിങ്ങളുടെ വീടുകളിൽ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. പ്രാർത്ഥിക്കാൻ തീർച്ചയായും പഠിപ്പിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഈ ഒരു കൈ എടുക്കാമോ? ഒരു കൈ എടുത്തേ വേഗത്തിൽ. കുഞ്ഞുങ്ങളെല്ലാം എടുത്ത മോനെ, ഇടാ സുന്ദര എടുത്തടാ, കൈ എടുത്തടാ. എടുത്തോ. പിന്നെ ഈ തമ്പ് വിരൽ നിങ്ങളൊരു പ്രെയർ ഹാൻഡ് ചെയ്യാൻ പഠിപ്പിക്കുക കേട്ടോ. ഒന്ന് പഠിപ്പിച്ചാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പഠിപ്പിക്കണം. ഇവരിപ്പോൾ ഇവിടുന്ന് ചെയ്യുന്നുണ്ട്, പക്ഷേ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പഠിപ്പിക്കണം കേട്ടോ. ഈ 5 വിരൽ ഉപയോഗിച്ച് അവർ പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ തമ്പ് വിരൽ നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ തമ്പ് വിരലാണ് നമ്മുടെ നെഞ്ചത്തോട് ചേർന്നിരിക്കുന്നത്, അല്ലേ? അപ്പോൾ നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി, നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ഭവനത്തിന് വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിപ്പാൻ ആരെ പഠിപ്പിക്കണം? കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. ഈ തമ്പ് വിരൽ അവരെ കാണിച്ചു കൊടുക്കണം, നിങ്ങൾ പഠിപ്പിക്കണം. ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം? നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കാൻ വേണ്ടി തയ്യാറാകണം. 2 ചൂണ്ടുവിരലാണ്. ചൂണ്ടുവിരൽ കാണിച്ചിട്ട് പറയണം, നമ്മുടെ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യണം? പഠിപ്പിക്കണം. സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. 2 മൂന്നാമത്തെ വിരൽ എന്താണ്? ഈ വിരലിൻ്റെ പ്രത്യേകത എന്താണ്? ഇതിനെന്താ പറയുന്നത് ഈ വിരലിന്? മോതിര വിരൽ? നടുവിരൽ. ഇത് തീർച്ചയായിട്ടും നമ്മളെ സമൂഹത്തിൽ നമ്മളെ നയിക്കുന്നവരെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. നമ്മുടെ സമൂഹത്തിൽ നയിക്കുന്ന ആളുകളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി. ഈ അടുത്ത വിരൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ? ഈ വിരൽ ഇച്ചിരി ബലഹീനമായ വിരലല്ലേ? അപ്പം നമ്മുടെ സമൂഹത്തിൽ രോഗികളായി ഭാരപ്പെടുന്നവർ, നിരാശയിലൂടെ കടന്നു പോകുന്ന നമ്മുടെ ആളുകളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മൾ പഠിപ്പിക്കണം. ലാസ്റ്റ് നമ്മുടെ കയ്യിലെ ഏറ്റവും ചെറിയ വിരലാണ് നമ്മുടെ സമൂഹത്തിലെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യണം? പഠിപ്പിക്കണം. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്കാൻ എന്ത് ചെയ്യണം? പഠിപ്പിക്കണം. ഒന്നെന്താണ്? എന്ത് കൊടുക്കണം? ദൈവവചനം കൊടുക്കണം. 2 പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. ഒരു ഫ്രേസ് ഇങ്ങനെ പറയുന്നുണ്ട്, അതായത് മോർ പ്രെയർ മോർ പവർ, ലെസ് പ്രെയർ ലെസ് പവർ, നോ പ്രെയർ നോ പവർ. അതായത് പ്രാർത്ഥന കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ശക്തി ലഭിക്കും. അത് ഇച്ചിരി കുറവാണെങ്കിൽ കുറച്ച് ശക്തിയെ ലഭിക്കത്തുള്ളൂ. ഇനി പ്രാർത്ഥന ഇല്ലെങ്കിൽ ശക്തി വളരെ കുറവ്. ഒന്ന് ഉറക്കെന്ന് പറഞ്ഞേ, മോർ പ്രെയർ മോർ പവർ, ലെസ് പ്രെയർ ലെസ് പവർ, നോ പ്രെയർ നോ പവർ. അപ്പോൾ പ്രാർത്ഥന ജീവിതത്തിലുണ്ടെങ്കിൽ അനുഗ്രഹിക്കുക. ഇനി നമ്മൾ 3 കാര്യങ്ങൾ ഒന്ന് ചിന്തിക്കാൻ വേണ്ടി പോവുകയാണ്. 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ക്ലീൻ ചെയ്യേണ്ടതായിട്ടുള്ള 3 കാര്യങ്ങൾ. 1, നമ്മുടെ ശരീരം നമ്മൾ എന്ത് ചെയ്യണം? വൃത്തിയായി സൂക്ഷിക്കണം. 2, നമ്മുടെ ഡ്രസ്സുകൾ നമ്മൾ എന്ത് ചെയ്യണം? വൃത്തിയായി സൂക്ഷിക്കണം. 3, നമ്മുടെ ചിന്തകൾ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ ദിവസവും എന്ത് ചെയ്യണം? തെറ്റായ ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്ത് ചെയ്യണം? മാറ്റണം. തെറ്റായ ചിന്തകൾ നമ്മുടെ ഭവനത്തിന് എന്ത് ചെയ്യണം? മാറ്റണം. എൻ്റെ വൈഫ് വീട്ടിൽ പോകണം. ഞാൻ ഞങ്ങളുടെ വീട്ടിൽ ഏറ്റവും പ്രധാനമായി പറയുന്നൊരു കാര്യം ഇതാണ്: ആരുടെയും കുറ്റം നമ്മുടെ വീട്ടിൽ എന്ത് ചെയ്യണ്ട. അതെനിക്ക് കേൾക്കുകയും വേണ്ട. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്കൊരു അനുഭവം ഉണ്ടായത്. എൻ്റെ മോളിവിടെ ഉണ്ട്. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് സൂസിമാമ എന്ന് പറഞ്ഞൊരാളുണ്ട്. ആ മാമയുടെ ഒരൊറ്റ ചെറിയൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മൾ പറയുന്ന കേൾക്കും,
അടുത്ത വീട്ടിൽ ചെന്ന് ഇങ്ങനെ പറഞ്ഞിങ്ങനെ എല്ലായിടത്തും എല്ലാ കാര്യങ്ങളും സംസാരിച്ച് നടക്കുന്നുള്ളൊരു കുഴപ്പം മാത്രമേ അമ്മാമയ്ക്കുള്ളൂ. കഴിഞ്ഞ ദിവസം അമ്മാമ വരുന്ന കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, പപ്പ അതാണ്ട് ഓടിക്കോ, സൂസി മാമ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അത് എവിടുന്ന് കേട്ടതാണ്? നമ്മളെപ്പോഴയോ പറയുന്നത് അവൾ കേട്ടതാണ്. അപ്പം നമ്മുടെ വീടുകളിൽ നിന്ന് തെറ്റായ സംസാരങ്ങൾ, തെറ്റായ ചിന്തകൾ, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന തെറ്റായ ചിന്തകൾ, സംസാരങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ മാറ്റാൻ ശ്രമിക്കണം. കാരണം നമ്മുടെ ഭവനങ്ങളെല്ലാം ഒരു ക്രിസ്ത്യൻ ബേസ് ഫാമിലീസായിട്ട് മാറണം. ക്രിസ്ത്യൻ സംസ്കാരമുള്ള കുടുംബമായിട്ട് നമ്മുടെ ഭവനത്തെ ബിൽഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. സോ തെറ്റായ ചിന്തകൾ നമ്മുടെ ഭവനത്തിൽ നിന്ന് എന്ത് ചെയ്യണം? മാറ്റണം. അടുത്ത 3 കാര്യങ്ങൾ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്, നമ്മൾ നിയന്ത്രിക്കേണ്ട 3 കാര്യങ്ങൾ. ആദ്യം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ 3 കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ക്ലീൻ ചെയ്യേണ്ട 3 കാര്യങ്ങൾ പറഞ്ഞു. എന്തൊക്കെയായിരുന്നു? ബോഡി, ഡ്രസ്, തോട്ട്സ്, നമ്മുടെ ചിന്തകൾ നമ്മൾ ചെയ്യണം. ഇനി അടുത്ത 3 കാര്യങ്ങൾ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്, നമ്മൾ നിയന്ത്രിക്കേണ്ട 3 കാര്യങ്ങൾ പറയാൻ വേണ്ടി പോകും. നിയന്ത്രിക്കേണ്ട കാര്യങ്ങൾ: 1, നമ്മുടെ വികാരങ്ങൾ നമ്മൾ നിയന്ത്രിക്കണം. 2, നമ്മുടെ നാവ് നമ്മൾ എന്ത് ചെയ്യണം? നിയന്ത്രിക്കണം. 3, നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ നിയന്ത്രിക്കണം. എന്ത് നിയന്ത്രിക്കണം? ആഗ്രഹങ്ങൾ. മോനെ BMW കാറാ വേണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവനോട് എന്ത് പറഞ്ഞു കൊടുക്കണം? ഞാൻ മേടിച്ചു തരാം. നമ്മുടെ ആഗ്രഹങ്ങളാണ് ഒരു പക്ഷെ നമ്മളെ പലപ്പോഴും നമ്മളെ വലിയ അപകടങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ 3 കാര്യങ്ങൾ നമ്മൾ നിയന്ത്രിക്കണം. എന്താണ്? 1, വികാരം. 2, നാവാണ് നമുക്ക് എപ്പോഴും ദോഷമുണ്ടാക്കുന്ന കാര്യം. 3, നമ്മുടെ ആഗ്രഹങ്ങൾ. ഇനി അടുത്ത 3ാമത്തെ കാര്യങ്ങൾ, നമ്മൾ നഷ്ടമാക്കരുത് എന്ന് പറയുന്ന 3 കാര്യങ്ങൾ. നഷ്ടമാക്കണ്ട എന്ന് പറയുന്ന 3 കാര്യങ്ങൾ. 1, ആരോഗ്യം നമ്മൾ നന്നായിട്ട് എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. 3, 2ാമത്തെ കാര്യം സമയം വളരെ വിലപ്പെട്ടതാണ്. സമയം നിങ്ങളുടെ എല്ലാവരുടെയും ഫോൺ എടുത്ത് വെച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് നോക്കണം. ആ ഫോൺ ഉപയോഗിച്ചതിൻ്റെ ഇവിടെ ഇരിക്കുന്ന യുവജനങ്ങളോട് ചോദിച്ചറിയാം, ഫോൺ ഉപയോഗിച്ചതിൻ്റെ ഹിസ്റ്ററി നമുക്കറിയാൻ പറ്റും. ഹിസ്റ്ററി, ഒരു ദിവസം നമ്മൾ എത്ര സമയം ഫോൺ ഉപയോഗിച്ചിട്ടുണ്ട് ജസ്റ്റ് എടുത്ത് നിങ്ങൾ നോക്കണം. ജസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ 24 മണിക്കൂറിൽ ഏറ്റവും കുറഞ്ഞത് 12 മണിക്കൂർ നിങ്ങൾ എന്ത് ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും? അതിൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും. അത് വാട്സപ്പ് ആകാം, യൂട്യൂബ് ആകാം, ഫേസ്ബുക്ക് ആകാം, ഇൻസ്റ്റാഗ്രാം ആകാം, എന്തുമായിക്കോട്ടെ. ചിലപ്പം ഫോൺ വിളിക്കുന്നതാകാം. ഏറ്റവും വിലപ്പെട്ട ഒന്നാണ് സമയം എന്ന് പറയുന്നത്. സമയം നിങ്ങൾ എന്ത് ചെയ്യണം? നഷ്ടമാക്കല്. സമയം നഷ്ടമാക്കല്. ഇനി അടുത്ത കാര്യം, ബന്ധങ്ങൾ ഏറ്റവും വിലപ്പെട്ടതാണ്. 3 കാര്യങ്ങൾ നഷ്ടമാക്കല്ലെന്ന് പറഞ്ഞു. ഒന്നെന്താണ്? നമ്മുടെ ആരോഗ്യം വളരെ വിലപ്പെട്ടതാണ്. മോനെ വൈകിട്ട് വീട്ടിൽ ബഹളം ഉണ്ടാക്കല്, എനിക്ക് ഷവർമ വേണമെന്ന് പറഞ്ഞു. നമ്മുടെ ആരോഗ്യം വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിച്ച് നമ്മുടെ വണ്ണം കൂട്ടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാതെ നമ്മുടെ ആരോഗ്യം നമ്മൾ എന്തെങ്കിലും ശ്രദ്ധിക്കണം. 2, എന്താണ്? സമയം ശ്രദ്ധിക്കണം. 3, എന്താണ്? ബന്ധങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. ബന്ധങ്ങൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? കാത്തു സൂക്ഷിക്കണം. മുമ്പ് പറഞ്ഞതുപോലെ ചില വാക്കുകളായിരിക്കാം നമ്മുടെ ബന്ധങ്ങൾ നമ്മളിൽ നിന്ന് അകറ്റുന്നത്. മറ്റെല്ലാത്തിനേക്കാളും, പണത്തെക്കാളും, എല്ലാറ്റിനേക്കാളും ഏറ്റവും വലുതെന്താണ്? ബന്ധങ്ങളാണ്. ബന്ധങ്ങൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? കാത്ത് സൂക്ഷിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഭവനങ്ങൾ പ്രാർത്ഥനയുള്ള ഭവനമായി, ദൈവവചനം പഠിക്കുന്ന കുഞ്ഞുങ്ങളുള്ള ഭവനമായിട്ട് വളരണം. എപ്പോഴാണെന്നറിയോ? നമ്മുടെ ഈ ഭവനങ്ങളിൽ കുഞ്ഞുങ്ങൾ എപ്പോഴൊക്കെയാണ് ദേഷ്യപ്പെടുന്നതെന്നറിയാമോ? അവർ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മളോട് ദേഷ്യപ്പെടുന്ന സ്വഭാവങ്ങൾ, അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യപ്പെടുക, അല്ലെങ്കിൽ പഠനത്തിൽ പുറകോട്ട് പോകുന്നു എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതെങ്കിലും ഒരു കാര്യത്തിൽ അവൻ അഡിക്ഷൻ ആയിട്ടുണ്ട്. മൊബൈലാകാം, സോഷ്യൽ മീഡിയ ആകാം, ഫ്രണ്ട്സ് ആകാം, ഇങ്ങനെയുള്ള ഏതെങ്കിലും കാര്യത്തിൽ തീർച്ചയായിട്ടും അവൻ അഡിക്ഷൻ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഭവനങ്ങളിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഏറ്റവും കൂടുതൽ സംസാരിക്കേണ്ടതെന്ന് അറിയാമോ? ദൈവവചനമായിരിക്കണം. 2, പ്രാർത്ഥനയുള്ളൊരു ഭവനമായി നിങ്ങളുടെ ഭവനത്തെ നിങ്ങൾ എന്ത് ചെയ്യണം? ഡെവലപ്പ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് വരാൻ വേണ്ടി എപ്പോഴും തയ്യാറാണ്. കുഞ്ഞുങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച, മൊബൈൽ ഉപയോഗിക്കുന്ന എത്ര പേരുണ്ട്? മൊബൈൽ ഉപയോഗിക്കുന്നവർ എത്ര പേരുണ്ട്? മൊബൈൽ അറിയത്തില്ലേ? കണ്ടിട്ടില്ലടാ മൊബൈല്? കഴിഞ്ഞ ദിവസം ഞാനൊരു ചർച്ചിൽ ഇതുപോലെ ആനിവേഴ്സറിക്ക് വേണ്ടി ചെന്നപ്പോൾ 6 വർഷം മുമ്പ് ആനിവേഴ്സറി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ പാസ്റ്റർ പറഞ്ഞു, ബ്രദറെ, ആ ബ്രദറിൻ്റെ വീട്ടിലൂടെ ഒന്ന് പോയിട്ട് പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നാ വെച്ചാൽ? ഒന്നുമില്ല, മോന് ചെറിയൊരു പ്രശ്നമുണ്ട്, വീട്ടിൽ പറയുന്ന ആരും കേൾക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നേരെ ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ആ വീട്ടിലേക്ക് ഇങ്ങനെ ചെല്ലുമ്പോഴത്തേക്ക്, ഞാൻ ആ ഗേറ്റ് തുറന്ന് കഴിയുമ്പോഴത്തേക്ക് ഞാൻ കണ്ടു ഇവൻ ഇറങ്ങി ഇങ്ങനെ എന്നെ കണ്ടുകൊണ്ട് ഇങ്ങനെ വെളിയിൽ കൂടെ ഇറങ്ങി ഇങ്ങനെ ഓടുന്ന കണ്ടു. എന്നിട്ട് അങ്ങോട്ട് ഇച്ചിരി ദൂരെ ചെന്നില്ലെന്ന് പറഞ്ഞു, ഓടാം. ഞാൻ ചിന്തിച്ച് ഇനിയിപ്പം ആകെ പ്രശ്നമായി, ഇങ്ങനെയുള്ളവൻ്റെ വീട്ടിലേക്കാണല്ലോ ഞാൻ വന്നത്, ഇനിയിപ്പം ഞാൻ എന്നെ ചെയ്യുന്നുള്ള ആകെ പ്രതിസന്ധിയോടാണ് ആ വീട്ടിലേക്ക് കയറുന്നത്. ആ വീട്ടിലേക്ക് ചെന്നപ്പോഴേ എനിക്ക് മനസ്സിലായി ആകെ പ്രശ്നമാണ്. ഇവനെ ഒന്ന് പിടിച്ചിരുത്തി സംസാരിക്കാൻ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല. ആ വീട്ടിലെ പ്രശ്നം ഇത്രയേ ഉള്ളൂ, മമ്മിയാണ് കൂടുതൽ സമയം ഫോൺ ഉപയോഗിക്കുന്നത്, എനിക്ക് ഫോണ് തരുന്നില്ല. അപ്പം അവന് പുതിയ ഫോൺ വേണം. അതാണ് ആ വീട്ടിലെ പ്രശ്നം. അതുകൊണ്ട് അവൻ വീട്ടിൽ അപ്പച്ചൻ അവനെ എന്ത് ചെയ്യാണ്? ഫോൺ മേടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് അപ്പച്ചൻ അവൻ്റെ കൂടെ നിൽക്കുകയാണ്. പപ്പായും മമ്മിയും പറയുന്നത് എന്ത് വേണ്ട?
ഫോൺ വേണ്ട. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഫോൺ ഉപയോഗിക്കുന്നുണ്ടോ? ഇപ്പോഴത്തെ ഗെയിമുകൾ ഒത്തിരി ഗെയിമുണ്ടല്ലേ. ഇപ്പോഴത്തെ ഗെയിമിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഒരിക്കൽ പോലും ഗെയിമിൽ പരാജയപ്പെടുന്നില്ല. കാരണം വീണ്ടും വീണ്ടും ലൈഫ് എന്ത് ചെയ്യും? കിട്ടും. വീണ്ടും എത്ര തോറ്റാലും വീണ്ടും ലൈഫ് എന്ത് ചെയ്യെടുക്കാം. പണ്ടത്തെ സ്നേക്ക് ആൻഡ് ലാഡറുടെ ഗെയിം ഓർമ്മയുണ്ടോ? ചെറിയ ഫോണിനകത്ത് ഇങ്ങനെ ചെറിയ ഗെയിം ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടായിരുന്നോ? അതിൽ എന്ത് ചെയ്യും? 3 വട്ടം പരാജയപ്പെട്ട് കഴിയുമ്പോൾ ഗെയിം എന്താവും? ഓവറാവും. ഇപ്പോഴത്തെ ഗെയിം ഒരിക്കൽ പോലും എന്താവുന്നില്ല, ഓവറാകുന്നില്ല. വീണ്ടും എത്ര വേണമെങ്കിലും ലൈഫ് എന്ത് ചെയ്യും? കിട്ടും. അതുകൊണ്ട് ഇവർക്ക് വീണ്ടും കളിക്കാൻ ഭയങ്കര ആഗ്രഹമാണ് കളിക്കാൻ വേണ്ടി. കഴിഞ്ഞ ദിവസം നമ്മൾ പത്രത്തിൽ വായിച്ചതാണ്, ഗെയിമിൻ്റെ ഏറ്റവും അവസാനത്തെ ടാർഗറ്റ് ഒരു ഇരുപരിലുള്ള ഒരു സ്കൂളിലെ അധ്യാപികയുടെ മകനാണ്. ഇനി ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ച് കേട്ടോണം, വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. ഇരുപരിലുള്ള സ്കൂളിലെ ഒരു അധ്യാപികയുടെ മകനാണ്. ഒരു മർത്തോമ ഫാമിലിയാണ്. കല്യാണം കഴിഞ്ഞു, ഒരു കുഞ്ഞു മോളുമുണ്ട്. ഈ പയ്യൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ 6-7 വർഷം മുമ്പ് ഈ ഒരു ഗെയിമിന് അഡിക്റ്റാണ്. ഗെയിമിൻ്റെ പേര് ഞാനിവിടെ പൊതുവിൽ പറയുന്നില്ല. അതിൻ്റെ 6-ാമോ 7-ാമത്തെ എന്തോ ചലഞ്ചാണ് മറ്റുള്ളവരെ ചാകാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവർ മരിക്കാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കുക. എൻ്റെ ഏറ്റവും അവസാനത്തെ ചലഞ്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയമായി മരിക്കുക. ഒരു ദിവസം രാവിലെ ഇതുപോലെ ഭാര്യ ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങി. അന്നത്തെ വീട്ടിൽ അവരുടെ മാതാപിതാക്കൾ എവിടെ ഒരു കല്യാണത്തിന് വിവാഹത്തിന് വേണ്ടി പോയി. ഈ പയ്യൻ അന്ന് ജോലിക്ക് പോകുന്നില്ലെന്ന് പറഞ്ഞു. ഭാര്യ ചോദിച്ചു ജോലിക്ക് പോകുന്നില്ലെന്ന് ചോദിച്ചു. പോകുന്നില്ലെന്ന് പറഞ്ഞു. അവൻ വീട്ടിലിരുന്നിട്ട് ആ ഗെയിമിൻ്റെ അവസാനമായിട്ടുള്ള ചലഞ്ച് സ്വയമായി എന്ത് ചെയ്തു? അവൻ്റെ ജീവൻ അവസാനിപ്പിക്കാൻ വേണ്ടി തയ്യാറായി. എന്നിട്ട് അവൻ മരിക്കുന്നതിന് മുമ്പേ അവനൊരു കുറിപ്പ് എഴുതി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പോലീസ് അവസാനം വന്ന് അന്വേഷിച്ചപ്പോൾ ഈ കുറിപ്പെടുത്ത് വായിച്ചപ്പോൾ ആ കുറിപ്പിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഞാൻ കഴിഞ്ഞ 7 വർഷമായി ഈ ഗെയിമിന് അഡിക്റ്റായിരുന്നു. ഇതിൻ്റെ അവസാന ചലഞ്ച് ഒന്നിൽ മറ്റുള്ളവരെ കൊല്ലുക അല്ലെങ്കിൽ സ്വയമായി മരിക്കുക. ഇത് മനോരമയിലും മറ്റുള്ള സമൂഹ മാധ്യമങ്ങളിലെല്ലാം കഴിഞ്ഞ 2 മാസത്തിന് മുമ്പ് വന്ന ഒരു വാർത്തയാണിത്. ഇത് വേറെ എങ്ങും ദൂരെയല്ല, ഇവിടെ നിന്ന് ഒരു 40 മിനിറ്റ് യാത്ര ചെയ്താൽ ചെന്നെത്താൻ പറ്റുന്ന ഇരുപരിൽ നടന്ന സംഭവമാണ് ഈ പറഞ്ഞത്. കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ദൈവവചനം അവർക്ക് കൊടുത്തില്ലെങ്കിൽ പാപത്തിലേക്ക് അവരെന്ത് ചെയ്യും? പൊക്കോണ്ടിരിക്കും. അപ്പോൾ ഇതൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. നമ്മുടെ ഭവനങ്ങൾ ക്രിസ്തീയ സംസ്കാരമുള്ള ഭവനമായി ഉടലെടുക്കാൻ വേണ്ടി നമ്മൾ ഒരുമിച്ച് തയ്യാറാകണം. ഇല്ലെങ്കിൽ നാളെ ഇരുപരിൽ സംഭവിച്ചത് നാളെ ഇവിടെയും സംഭവിക്കാൻ ഒത്തിരി ദൂരമില്ല. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ദൈവവചനം കൊടുക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാകണം. 5 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. 5 കാര്യങ്ങളാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. 1, 5 ലവ് ലാംഗ്വേജസ് എന്നാണ്. 5 ലവ് ലാംഗ്വേജസ്. നിങ്ങൾ ഒന്ന് ചെയ്യേണ്ട കാര്യം, സ്പെൻഡ് ടൈം വിത്ത് കിഡ്സ്. നിങ്ങളുടെ കുഞ്ഞുങ്ങളോടൊപ്പം നിങ്ങൾ സമയം എന്ത് ചെയ്യണം? ചെലവഴിക്കണം. വൈകിട്ട് നിങ്ങൾ ജോലി കഴിഞ്ഞ് ഭവനത്തിൽ എത്തിക്കഴിഞ്ഞിട്ട് വീട്ടിൽ നിങ്ങൾ വളരെ ക്ഷീണിതനായിരിക്കും. പക്ഷേ നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് നിങ്ങൾ സംസാരിക്കണം. എപ്പോൾ സംസാരിക്കാം? ആഹാരം കഴിക്കുമ്പോൾ സംസാരിക്കാം, പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ അല്പസമയം സംസാരിക്കാം. അതിനുശേഷം കുടുംബമായിരുന്ന് അല്പസമയം നിങ്ങളുടെ കുഞ്ഞുങ്ങളോടൊപ്പം നിങ്ങൾ ചെലവഴിക്കണം. തീർച്ചയായും ചെലവഴിക്കണം. ഞാൻ എൻ്റെ മോളുണ്ട്, അവളെ ഞാൻ സ്കൂളിൽ നിന്ന് എല്ലാ ദിവസവും ഞാനാണ് വിളിച്ചുകൊണ്ട് വരുന്നത്. ഞാൻ വണ്ടിയിൽ വരുമ്പോൾ അവൾ എന്നോടൊന്നും പറഞ്ഞില്ലേ പോലും ഞാൻ അങ്ങോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. കഴിഞ്ഞ ദിവസം അവൾ 2 ദിവസമായിട്ട് പറയുന്നുണ്ട് എൻ്റെ മുഖത്ത് ഭയങ്കര വേദനയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പറ്റി? അവൾ പറഞ്ഞു പനിയാന്ന് പറഞ്ഞു. പക്ഷേ മിനിഞ്ഞാന്ന് രാത്രിയിൽ ഞാൻ വീട്ടിൽ ചുമ്മാ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് അവൾ എൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, അപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇന്നലെ മീഗൽ എന്നെ ഇങ്ങനെ ഒന്ന് ഇടിച്ചായിരുന്നു. അപ്പം കഴിഞ്ഞ 2 ദിവസമായിട്ട് അത് പറയുന്നില്ല, പക്ഷേ മിനിഞ്ഞാന്നാണെന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് പറഞ്ഞെന്നറിയാമോ? എന്തുകൊണ്ടാണ് പറയുന്നത്? പറയാനുള്ളൊരു പ്ലാറ്റ്ഫോം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിഷയം അടുത്തുള്ള ട്യൂഷൻ ടീച്ചറോടല്ല പറയേണ്ടത്, മറ്റുള്ള സുഹൃത്തുക്കളോടല്ല പറയേണ്ടത്. ആരോട് സംസാരിക്കണം? നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളോട് സംസാരിക്കണം. 2ാമത്തെ കാര്യം, അവരെ ഒന്ന് തൊട്ട് സംസാരിക്കാൻ, അവരെ ഒന്ന് ചേർത്ത് പിടിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അടുത്തൊന്ന് നിൽക്കാൻ, അവർക്കൊരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ. ഇന്നൊരു പാട്ട് പാടി കഴിഞ്ഞപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ മോനെ നല്ല പാട്ടായിരുന്നു, എടാ നീ എന്താ പാടാ പാടി? ആ കീബോർഡ് എത്ര വട്ടം ആച്ചാച്ചൻ ഇങ്ങനെ കാണിച്ചിടാ നീ എന്നിട്ട്. അതല്ല പറയേണ്ടത്. എന്ത് പറയണം? നല്ല പാട്ടായിരുന്നു, നന്നായിട്ടാണ് പാടിയത്. ടാലൻറ്റ് ടെസ്റ്റ് കഴിയുമ്പോൾ നോർമലി നമ്മൾ കാണുന്ന കാര്യമാണ്. വീട്ടിലോട്ട് കഴിയുമ്പോൾ അന്നേരം നിന്നോട് പറഞ്ഞാൽ ഈ പരിപാടിക്ക് നീ പോലെ നീ ജോർജിൻ്റെ മോളെ കണ്ടുപടിയടാ, എടാ നോക്കടാ ജോസിൻ്റെ മോനെ കണ്ടുപടി, എടാ ജെസ്സിയുടെ മോളെ നോക്കടാ. അന്ന് പിന്നെ വൈകിട്ട് വീട്ടിൽ കഞ്ഞിയും പയറും ഒന്നുമേ, സാധാരണ കഞ്ഞിയെങ്കിലും വെക്കുന്നതാണ്, അന്ന് വൈകിട്ടൊന്നും മൊത്തം മുടങ്ങി. അപ്പോൾ കുഞ്ഞുങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ, അവരുടെ പരാജയങ്ങളിൽ അവരെ ചേർത്ത് പിടിക്കുക. പരീക്ഷയ്ക്ക് 2 മാർക്ക് കുറഞ്ഞോട്ടെന്ന് അതൊന്നും അല്ല, അവരുടെ ജീവിതം ശരിയാക്കുന്ന അതൊന്നുമല്ല. ദൈവത്തിന് അവരെക്കുറിച്ച് ഭയങ്കരമായ ഒരു പദ്ധതി ഉണ്ടെന്ന്.
ദൈവത്തിന് അവരെക്കുറിച്ച് ഭയങ്കരമായ പദ്ധതിയുണ്ട്. നിങ്ങൾ ലോകത്തിലുള്ള എല്ലാ പ്രശസ്തരായ ആളുകളെ നിങ്ങൾ നോക്കിക്കോ, ജീവിതത്തിൽ പരാജയപ്പെട്ടവരാണ് ജീവിതത്തിൽ അവർ വിജയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇതൊന്നും അല്ല അവരുടെ ജീവിതത്തിൽ. ഇന്ന് അവൻ IELTS തോറ്റോട്ട് ഇവിടെ ഇരുന്നോട്ടെന്ന്, കുഴപ്പമില്ലെന്ന്. 10ാം ക്ലാസ്സിന് 2 മാർക്ക് കുറവ്, കുഴപ്പമില്ലെന്ന്. അവൻ്റെ ലൈഫിനെ കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. നമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ എപ്പോഴാണ് കണ്ടേ? ഒന്നുകൂടെ എടുത്ത് പറഞ്ഞ ലോക സ്ഥാപനത്തിന് മുമ്പ് നിങ്ങളെക്കുറിച്ചും എന്നെക്കുറിച്ചും നമ്മുടെ തലമുറകളെക്കുറിച്ചും ദൈവത്തിന് പദ്ധതിയുണ്ട്. എത്ര പേരെ വിശ്വസിക്കുന്നുണ്ടത്? എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കാൻ എൻ്റെ ദൈവത്തിനാണ് കഴിയുന്നത്. മറ്റു ആരും അതിന് തടസ്സമായി നിൽക്കാൻ കഴിയത്തില്ലെന്ന്. ദൈവം അവരെ അനുഗ്രഹിക്കുമെന്ന്. 2 വർഷമായി കല്യാണം നടക്കുന്നില്ല, വിഷമിക്കണ്ടെന്ന് ദൈവം എൻ്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുണ്ടെന്ന്. എൻ്റെ ഭവനത്തിന് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുണ്ടെന്ന്. 3ാമത്തെ കാര്യം പറയുന്നു, ചില ഗിഫ്റ്റുകൾ അവർക്ക് നൽകുക. ചില ഗിഫ്റ്റുകൾ അവരുടെ ബർത്ത്ഡേ ആയിക്കോട്ടെ, അവർ പരീക്ഷയുടെ മാർക്ക് കിട്ടി, അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും സന്തോഷകരമായ ഒരു നിമിഷം കിട്ടി, ടാലൻറ്റ് ടെസ്റ്റിന് അവർക്ക് 3rd പ്രൈസ് കിട്ടി, നല്ലൊരു പാട്ട് പാടി, ചെറിയൊരു ഗിഫ്റ്റ് അവർക്ക് മേടിച്ചു കൊടുക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇതുവരെ സന്തോഷകരമായ ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ആത്മാർത്ഥത്തോട് പറയണേ. സന്തോഷകരമായ ഒരു സമ്മാനം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മേടിച്ചു കൊടുത്തിട്ടുണ്ട്? അച്ഛൻ കൊടുത്തിട്ടുണ്ട്. വേറെ പുറകെ ഒരാൾ കൈവെക്കുന്നുണ്ട്. വളരെ കുറവ് ആളുകൾ മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ അവരെ വിളിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? 1, വഴക്ക് പറയാൻ. 2, എന്തിനാണെന്നറിയാമോ? വേണേ വല്ലതും വന്ന് കഴിച്ചിട്ട് പോടാ. 3, എപ്പോഴാണെന്നറിയാമോ? സ്കൂളിൽ പോകാൻ സമയമാകുമ്പം ഒരുങ്ങിയോ? കഴിഞ്ഞ സാറിൻ്റെ പറയുന്നത് കേട്ടു, തൊട്ടപ്പുറത്തിരിക്കുന്ന ആൾ അമ്മ ഫോണിൽ വിളിച്ച്, മോനെ ഫുഡ് റെഡിയായി, ബാ കഴിക്കാൻ വാ. തൊട്ടപ്പുറത്ത് മുറി കഥോടെ ചിരിക്കുക, അപ്പുറത്തെ അടുക്കളയിൽ നിന്ന് വിളിക്കുക, ഫോൺ, ബാ മോനെ വാ കഴിക്കാൻ വാ. കുഞ്ഞുങ്ങൾക്ക് ചെറിയ സർപ്രൈസുകൾ, ചെറിയ സമ്മാനങ്ങൾ മേടിച്ച് അവർ കൊടുക്കണം. അവരുടെ ജീവിതത്തിൽ പ്രോത്സാഹനം കൊടുക്കാൻ വേറെ ആരുമില്ല, നമ്മൾ മാത്രമാണ്. ദൈവം അവരുടെ മാതാപിതാക്കളായി നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്, നമ്മൾ മാത്രമേ ഉള്ളൂ. അടുത്ത ചില കാര്യങ്ങൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? ദേവദാസൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവസഭ പ്രാർത്ഥിക്കുന്നുണ്ട്. സ്വന്തം മാതാപിതാക്കളായ നിങ്ങൾ എത്ര പേര് നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്? അവരുടെ തലയിൽ കൈവച്ച് എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്? അവരെ ചേർത്ത് പിടിച്ച് എത്ര പേര് പ്രാർത്ഥിക്കാൻ കഴിയും? മോനെ പരാജയപ്പെട്ടു എങ്കിലും ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്, ദൈവം നിനക്ക് വേണ്ടി അത്ഭുത വഴികൾ തുറക്കും. പാസ്റ്റർ ഇവിടെ എഴുതി വെച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതെനിക്ക് മനസ്സിലായി. ഇവിടുത്തെ ആരാധന തുടങ്ങിയപ്പോൾ സമയം മുതൽ വളരെ ആത്മാർത്ഥതയോടാണ് പാസ്റ്റർ ഈ ശുശ്രൂഷകൾ ചെയ്യുന്നത്, വളരെ പ്രാർത്ഥനയോടാണ് ചെയ്യുന്നത്. പക്ഷേ അതിനപ്പുറമായി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മളാണുള്ളത്, മാതാപിതാക്കൾ എന്ന നിലയിൽ. ലാസ്റ്റ് കാര്യം എന്താണ്? ബി എ റോൾ മോഡൽ. അവരുടെ മുമ്പിൽ മാതൃകപരമായ ഒരു ജീവിതം നയിക്കുക. നിങ്ങളൊരു മാതാവ് എന്ന നിലയിൽ, ഒരു പിതാവ് എന്ന നിലയിൽ നിങ്ങൾ റോൾ മോഡലായിരിക്കണം. റോൾ മോഡലായിരിക്കണം. കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ഞാൻ ചെന്നപ്പോഴത്തേക്ക് അവിടുത്തെ മോൻ അവിടുത്തെ പിതാവിനോട് ദേഷ്യപ്പെടുകയാണ്. പപ്പ എന്തിനാ അങ്ങനെ ചെയ്തേ? തൊട്ടപ്പുറത്ത് നിന്ന് അമ്മ പറയുവാണ്, നിങ്ങളും നേരത്തെ അങ്ങനെ അല്ലായിരുന്നു. അപ്പോൾ എവിടെ നിന്ന് കിട്ടിയതാണ്? എന്തെങ്കിലും വരുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ദേഷ്യപ്പെടേണ്ടതാണെന്ന് എവിടുന്നാണ് പഠിച്ചേ? ഒരു വീട്ടിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരെ സ്വീകരിക്കാൻ ആരാ പഠിപ്പിക്കേണ്ടത്? പപ്പ ഇവിടെ ഇല്ല, മമ്മിയില്ല, പോക്കോ പോക്കോ പോക്കോ. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് വളരെ സന്തോഷമായിട്ട് ഒത്തിരി നാളുകൾ ശേഷം വീട്ടിലേക്ക് ചെല്ലുക. അപ്പം ഞാൻ കണ്ടു ആൻറ്റി പുറകെ കൂടി ഇങ്ങനെ പോകുന്നത് ഞാൻ കണ്ടായിരുന്നു. ഉടനെ മോൻ കഥ തുറന്നിട്ട് അവനായിട്ട് മൊബൈലിലും കണ്ട് നോക്കിക്കൊണ്ട്, ആരാ മോനെ? ഞാൻ ബെൻസൻ. ഇവിടെ ആരുമില്ല കേട്ടോ, പൊക്കോ. ഇതെവിടുന്ന് പഠിച്ചതാണ്? എവിടുന്ന് പഠിച്ചതാണ്? ആരാധനയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇരുന്ന് ഉറങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കിക്കോണം എവിടുന്നാണ്. ആരാധിക്കുമ്പോൾ കൈയടിക്കുന്നില്ലെങ്കിൽ, നമ്മുടെ കുഞ്ഞുങ്ങൾ കൈയടിക്കുന്നില്ലെങ്കിൽ നമ്മൾ വേറെ ആരെയും കുറ്റം പറയേണ്ട. ആരാണ് അതിന് പരിശീലിപ്പിക്കേണ്ടത്? ദേവദാസൻ ശുശ്രൂഷിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധയോടെ ഇരിക്കുന്നുണ്ടെന്ന് ആര് നോക്കുന്നുണ്ട്? നമ്മുടെ കുഞ്ഞുങ്ങൾ നിൽക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ബി എ റോൾ മോഡൽ. അവർക്ക് മുമ്പിൽ ഒരു മാതൃകയായി നമുക്ക് നിൽക്കണം. അവർക്ക് ദൈവവചനം കൊടുക്കണം. ടീച്ച് വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനം അവരെ പഠിപ്പിക്കണം. ദൈവവചനം ശക്തിയുള്ളതാണ്. ഒന്ന് ചേർന്ന് പറയാമോ? ദൈവവചനം ശക്തിയുള്ളതാണ്. ഉറക്കെ പറഞ്ഞ്, ദൈവവചനം ശക്തിയുള്ളതാണ്. ദൈവവചനം ശുദ്ധീകരിക്കുന്നതാണ്. ദൈവവചനം എന്ന് പറയുന്നത് പാപബോധം വരുത്തുന്നതാണ്. ദൈവവചനം സന്തോഷവും സമാധാനവും നൽകുന്നതാണ്. അതിനപ്പുറമായിട്ട് വേറെ ഒന്നും നമ്മുടെ തലമുറക്ക് കൊടുക്കാനില്ലെന്ന്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നിങ്ങൾ വിശ്വസിക്കണം. എനിക്ക് ഈ ഒരു ആനിവേഴ്സറിയിൽ വന്ന് വേണമെങ്കിൽ വെറുതെ ഒരു പപ്പറ്റ് ഷോയോ വേറെ എന്തെങ്കിലും ഒരു ഗെയിമോ ഒക്കെ ചെയ്ത് നിങ്ങൾ
നിങ്ങളെ സന്തോഷിപ്പിച്ച് പോകാൻ കഴിയും. പക്ഷേ ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അപകടം നിറഞ്ഞൊരു കാലഘട്ടമാണ്. ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ കുഞ്ഞുങ്ങൾ വലിയ 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 ആപത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അവരെ നേർവഴിയിലേക്ക് നയിക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ദൈവകരങ്ങളിലേക്ക് അവരെ സമർപ്പിക്കാൻ കഴിയണം. എത്ര പേരൻസ് ആഗ്രഹിക്കുന്നുണ്ട് അവരെ ഒന്ന് ദൈവവചനം പഠിപ്പിക്കാൻ. ഞാൻ ഇന്നു മുതൽ തീരുമാനമെടുക്കുകയാണ്. എൻ്റെ ഭവനത്തിൽ ഒരു ക്രിസ്തീയ സംസ്കാരമുള്ളൊരു ഭവനമായി എൻ്റെ ഭവനത്തെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഭവനം ഒരു പ്രാർത്ഥനയുള്ള ഭവനമായി വളർത്താൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ തലമുറയുടെ ഭാവിയെ നിശ്ചയിക്കുന്നത് ദൈവമാണ്. മറ്റാർക്കും അതിനെ തടയാൻ കഴിയത്തില്ലെന്ന് വിശ്വസിക്കാൻ കഴിയുമോ? ഒരുമിച്ച് കരങ്ങൾ ഉയർത്തി കർത്താവിന് നന്ദി പറയാമോ? കർത്താവിനെ ഒന്ന് സ്തുതിക്കാൻ കഴിയുമോ? അല്പസമയം നിങ്ങളുടെ തലമുറകളെ ഓർത്തൊന്നും പ്രാർത്ഥിക്കാൻ കഴിയുമോ? എൻ്റെ തലമുറയുടെ ഭാവിയെ നിശ്ചയിക്കുന്നത് എൻ്റെ ദൈവമാണ്. അതിനെ തകർക്കുവാൻ ആർക്കും കഴിയത്തില്ല. അവൻ്റെ പരാജയങ്ങളിൽ ഞാൻ അവനോടൊപ്പം ചേർന്ന് നിൽക്കാൻ വേണ്ടി പോവുകയാണ്. അവന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അവൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. താല്പര്യമുള്ളവർ ആ കരങ്ങൾ ഉയർത്തി ഒരു നിമിഷം നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഇങ്ങനെ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ഇന്ന് മുതൽ എൻ്റെ ഭവനത്തിൽ വലിയൊരു മാറ്റം വരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ ഭവനം ഒരു ക്രിസ്ത്യൻ സംസ്കാരമുള്ള ഭവനമായി വളർന്നു വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ കുഞ്ഞുങ്ങളെ വചനം പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഞാൻ തയ്യാറാകുന്നു എന്ന് പറയുന്നവർ കരങ്ങൾ ഉയർത്തി ഒരു നിമിഷം കർത്താവിന് നന്ദി പറഞ്ഞാട്ട്. എൻ്റെ സമയം ഒത്തിരി മുമ്പോട്ട് പോയിരിക്കുന്നത് കൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് 5 വയസ്സിനും 7 വയസ്സിനും പ്രായത്തിനിടയിലുള്ള കുഞ്ഞുങ്ങളാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ പ്രായത്തിനനുസരിച്ച് അവരെ ദൈവവചനം പഠിപ്പിക്കുവാനും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുവാനും ഉത്തരവാദിത്തങ്ങൾ പഠിപ്പിക്കാനും നിങ്ങൾ ഇന്നേ തയ്യാറാകണം. ഇനി നിങ്ങൾക്ക് ഒരു 14 വയസ്സ് കഴിഞ്ഞ കുഞ്ഞുങ്ങളാണ് ഉള്ളെങ്കിൽ ഇതിനപ്പുറം എനിക്കൊന്നും പറയാൻ കഴിയത്തില്ല. ഒരു ശ്രമം നിങ്ങൾക്ക് നടത്താം, ഒരു പരിശ്രമം നടത്താം. ഇനിയെങ്കിലും ഒരുപക്ഷെ നിങ്ങളുടെ ചിന്തയിൽ ഇപ്പം കാണാം, ഇനി ഞാൻ എന്ത് ചെയ്യും? ഒരു 14 വയസ്സ് 15 വയസ്സ് കഴിഞ്ഞാൽ ഒരു പക്ഷേ അവർ നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കത്തില്ല. പക്ഷേ അവരെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരുവനുണ്ട്. ആ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാൻ കഴിയണം. നമ്മുടെ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. 1 പത്രോസ് 5-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഒരു മനുഷ്യൻ്റെ വഴി അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ പിടിക്കുക. ദൈവം നിങ്ങളുടെ കുടുംബത്തെ ഉയർത്തും. മോനെ ഒന്ന് ശ്രദ്ധിച്ചോ. സങ്കീർത്തനത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, അറിയാമോ? 37-ാം സങ്കീർത്തനം 23-ാം വാക്യം അറിയാമോ? ഒരു മനുഷ്യൻ്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവൻ്റെ ഗമനത്തെ, ഒന്നുറക്കെ പറഞ്ഞേ, ഒരു മനുഷ്യൻ്റെ വഴിയിൽ യഹോവ അവൻ്റെ ഗമനത്തെ സ്ഥിരമാക്കും. നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആർക്ക് പ്രസാദം തോന്നണം? ദൈവത്തിന് പ്രസാദം തോന്നണം. അല്ലാതെ വേറെ ഒരു പോം വഴിയും ഇല്ല. IELTS-ഉം OET-ഉം എഴുതി വീട്ടിലിരിക്കുമല്ലാതെ ദൈവം ഉയർത്തുമല്ലാതെ വേറെ ആർക്കും നിങ്ങളുടെ തലമുറകളെ, നിങ്ങളുടെ ഭവനത്തെ ഉയർത്താൻ കഴിയത്തില്ല. ജീവിതത്തിൽ പ്രതിസന്ധികളാകാം, ഭവനത്തിൽ ശൂന്യതകളാകാം, തലമുറയുടെ ലൈഫിൽ പരാജയങ്ങളാകാം. ദൈവത്തിന് നിങ്ങളെ ഉയർത്താൻ കഴിയും. ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട സമയം, ചുരുങ്ങിയ സമയം എനിക്ക് ദാനമായിട്ട് നൽകിയ പ്രിയ ദേവദാസനും സഭയ്ക്കും സൺഡേ സ്കൂൾ PYP അധികാരികളോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. സമയത്തിൻ്റെ ചുരുക്കം മൂലം ചെറിയൊരു സന്ദേശമാണ് നിങ്ങളെ അറിയിച്ചത്, ചെറിയൊരു ഓർമ്മപ്പെടുത്തലുകളാണ് നിങ്ങളെ അറിയിച്ചത്, ഓർമ്മിപ്പിച്ചത്. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു, നന്ദിയും സ്നേഹത്തെ അറിയിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.